നമസ്കാരം, ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം. ഇലക്ട്രൽ ബോണ്ട് കേസിൽ സുപ്രീം കോടതിയിൽ നിന്നും തിരിച്ചടിയേറ്റതിന് പിന്നാലെയാണ് ഇന്നലെ CAA നടപ്പിലാക്കിക്കൊണ്ട് വിജ്ഞാപനം കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയത്. അതുകൊണ്ട് തന്നെ ഇന്ന് മാധ്യമങ്ങളിൽ എന്ത് ചർച്ചയാക്കണം എന്ന അജണ്ട BJP വീണ്ടും തീരുമാനിച്ചു കഴിഞ്ഞു. അതേ, പൗരത്വ ബിൽ പാസാക്കി കഴിഞ്ഞു. പതിവ് പോലെ ഈ തെരഞ്ഞെടുപ്പിന്റെയും അജണ്ട മോദിയും കൂട്ടരും തന്നെ നിശ്ചയിക്കുന്ന ആ തീരുമാനത്തിന് പിന്നാലെ പോകുവാനാണ് രാഹുലിന്റെയും കൂട്ടരുടെയും വിധി. അതാണ് ഇന്നലത്തെ തീരുമാനത്തിലൂടെ BJP നടപ്പിലാക്കിയിരിക്കുന്ന കാര്യം. CAA നടപ്പിലാക്കിയതിനെ തുടർന്ന് ഉണ്ടാകുന്ന പ്രതിഷേധങ്ങളെയും വോട്ടാക്കുന്ന മോദി തന്ത്രം. കേരളത്തിൽ തിരിച്ചടിയാണെങ്കിലും ഹിന്ദി ബെൽറ്റിലെ ഹിന്ദു വോട്ട് ഏകീകരണത്തിലൂടെ BJP വൻ വിജയമാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ത്യ മുന്നണിക്കും താങ്ങാൻ സാധിക്കാത്ത വിധത്തിലാണ് തന്ത്രങ്ങൾ സ്വരുക്കൂട്ടുന്നത്. അടുത്ത കാലത്തെ BJPക്ക് തെരഞ്ഞെടുപ്പുകളിൽ നേരിയ തിരിച്ചടി എങ്കിലും നേരിട്ടത് വിലക്കയറ്റവും തൊഴിലില്ലായ്മയും അടക്കം ചർച്ചയായ തെരഞ്ഞെടുപ്പുകളിലാണ്. എന്നാൽ ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഗതി നിർണ്ണയിക്കുന്ന തീരുമാനം തന്നെയാണ് BJP കൈക്കൊണ്ടിരിക്കുന്ന പൗരത്വ ഭേദഗതി ബിൽ. 2019 പാർലമെന്റ് പാസാക്കിയ പൗരത്വ നിയമ ഭേദഗതിയുടെ ചട്ടങ്ങൾ തിങ്കളാഴ്ച വിജ്ഞാപനം ചെയ്തതോടെ വിവാദങ്ങളുടെയും വാദപ്രതിവാദങ്ങളുടെയും അധ്യായം കൂടിയാണ് സർക്കാരും BJPയും തുറന്നത്. ഭരണഘടനയുടെ 370 അനുച്ഛേദം റദ്ദാക്കൽ, അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണം, മുത്തലാഖ് നിരോധനം തുടങ്ങിയവയ്ക്കും പിന്നാലെയാണ് പൗരത്വ നിയമം നടപ്പിലാക്കാനുള്ള തീരുമാനവും. ഏക സിവിൽ കോഡാണ് ഇനി അജണ്ടകളിൽ ബാക്കിയുള്ളത്. സിവിൽ കോഡ് നടപ്പിലാക്കാൻ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ നടത്തുന്ന ശ്രമങ്ങൾ ദേശീയ തലത്തിൽ ഏറ്റെടുത്തിട്ടില്ലെങ്കിലും ചർച്ചയിൽ അതും സജീവം തന്നെ. 2019 പാസാക്കിയെങ്കിലും പ്രതിഷേധം ഉണർന്നതോടെ പൗരത്വ നിയമം നടപ്പിലാക്കുന്നത് കേന്ദ്ര സർക്കാർ നീട്ടിയിട്ടുണ്ട്. ആസാം, ഡൽഹി, UP എന്നിവിടങ്ങളിലാണ് കടുത്ത പ്രതിഷേധം ഉയരുന്നത്. പൗരത്വ ഭേദഗതി നിയമത്തിൽ നിന്നും മുസ്ലിങ്ങളെ ഒഴിവാക്കിയത് ആ വിഭാഗത്തോടുള്ള വിവേചനം ആണെന്നായിരുന്നു ആക്ഷേപം. പൗരത്വ നിയമം നടപ്പിലാക്കുമെന്ന് ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെ പ്രചാരണ വേദികളിൽ BJP പ്രഖ്യാപിച്ചിരുന്നു. ഇതിലൂടെ ഹിന്ദു വോട്ടുകളുടെ ഏകീകരണമാണ് BJP ലക്ഷ്യമിടുന്നത്. നിയമം നടപ്പിലാകില്ല എന്ന് കേരളം, ബംഗാൾ സർക്കാരുകൾ നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ലോക്സഭയിൽ NDA മുന്നണിക്ക് 400 സീറ്റിൽ ഏറെ കിട്ടുമെന്നും BJP അതിനായി കയ്യിലുള്ള ആയുധങ്ങളെല്ലാം പ്രയോഗിക്കുകയാണെന്നുമാണ് രാഷ്ട്രീയ നിരീക്ഷണം. 2014 BJPയുടെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലെ പ്രധാന വാഗ്ദാനമായിരുന്നു പൗരത്വ ഭേദഗതി ബിൽ. 2016 ജൂലൈ 19 ആദ്യമായി ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചത്. ഓഗസ്റ്റ് 12 ബിൽ സംയുക്ത പാർലമെന്ററി സമിതിക്ക് കൈമാറി. 2019 ജനുവരി 7 സമിതി റിപ്പോർട്ട് നൽകിയത്. അതേ വർഷം ജനുവരി 8 ബിൽ ലോക്സഭ പാസാക്കി. എന്നാൽ രാജ്യസഭയിൽ പാസാക്കാതിരുന്ന സാഹചര്യത്തിൽ 16ാം ലോക്സഭയുടെ കാലാവധി കഴിഞ്ഞതോടെ അത് അസാധുവായി മാറി. വീണ്ടും ഡിസംബർ 4 കേന്ദ്ര മന്ത്രിസഭ അംഗീകരിച്ച ബിൽ 9-ാം തീയതി ആഭ്യന്തരമന്ത്രി അമിത് ഷാ ലോക്സഭയിൽ അവതരിപ്പിക്കുകയുണ്ടായിരുന്നു. 311 വോട്ടുകൾക്ക് ലോക്സഭയിൽ ബിൽ പാസായി. CAA ഒരാഴ്ചക്കകം നടപ്പിലാകുമെന്നും കേന്ദ്ര തുറമുഖ സഹമന്ത്രി ശാന്തനു ഠാക്കൂർ ജനുവരി അവസാനം പറഞ്ഞിരുന്നു. പറഞ്ഞ സമയത്ത് പ്രഖ്യാപനം ഉണ്ടായിരുന്നെങ്കിലും തീരുമാനം നടപ്പിലാക്കി കഴിഞ്ഞു. അയോധ്യയിൽ രാമക്ഷേത്രം യാഥാർത്ഥ്യമായി. ഉടൻ പൗരത്വ ഭേദഗതി നിയമം ബംഗാളിൽ മാത്രമല്ല രാജ്യം മുഴുവൻ നടപ്പിലാക്കും എന്നായിരുന്നു ശാന്തനുവിന്റെ വാക്കുകൾ. പറഞ്ഞതിൽ ഉറച്ചു നിന്നതായും നിയമം നടപ്പിലാകും എന്നതും തന്റെ ഗ്യാരണ്ടിയാണെന്നും മന്ത്രി പിന്നീട് മാധ്യമങ്ങളോടും പറഞ്ഞിരുന്നു. 2019 പാർലമെന്റ് പാസാക്കിയ നിയമം ചട്ടങ്ങൾ തയ്യാറാക്കാത്തതിനാൽ നടപ്പിലാക്കിയിരുന്നില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപ് ചട്ടങ്ങൾ വിജ്ഞാപനം ചെയ്യണമെന്ന് നേരത്തെ തന്നെ സൂചനകളുണ്ടായിരുന്നു. CAA ചട്ടങ്ങൾ രൂപീകരിക്കാനുള്ള പാർലമെന്റ് സമിതിയുടെ കാലാവധി 2020 മുതൽ പലതവണ നീട്ടി. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ CAAയുടെ വലിയ എതിർപ്പുണ്ട്. സംസ്ഥാന തിരഞ്ഞെടുപ്പുകളിലെ പ്രകടന പത്രികകളിലും BJP 2 നിലപാടാണ് എടുത്തിരിക്കുന്നത്. എന്നാൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ദേശീയമായി നേട്ടമുണ്ടാകും എന്ന കണക്കുകൂട്ടലിലായിരുന്നു തിരക്കിട്ടുള്ള വിജ്ഞാപനം ചെയ്തതും. CAA വിജ്ഞാപനത്തിന് പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പ്രശംസിച്ച അമിത് ഷാ ഉൾപ്പെടെയുള്ള BJP നേതാക്കൾ രംഗത്തേക്കെത്തി. ഇലക്ട്രൽ ബോണ്ട് വിഷയത്തിലെ തിരിച്ചടി മറികടക്കുവാനാണ് BJPയുടെ ശ്രമമെന്ന പ്രതിപക്ഷ വിമർശനത്തെ ചെറുക്കുകയാണ് ലക്ഷ്യം. ഈ വിജ്ഞാപനത്തോടെ ജനങ്ങൾക്ക് നൽകിയ ഒരു വാഗ്ദാനം കൂടി നരേന്ദ്രമോദി യാഥാർത്ഥ്യമാക്കിയെന്നും അമിത് ഷാ പറയുന്നു. ചരിത്രപരമായ തീരുമാനം എന്നാണ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് വിശേഷിപ്പിച്ചത്.
മോദിയുടെ ഗ്യാരണ്ടി എന്നാൽ വാഗ്ദാനം നിറവേറ്റുന്നതിന്റെ ഗ്യാരണ്ടിയാണെന്നും രാജസ്ഥാൻ മുഖ്യമന്ത്രി രജൻ ലാൽ ശർമ്മ അഭിപ്രായപ്പെട്ടു. കേന്ദ്രമന്ത്രി ശാന്തനു ഠാക്കൂറിന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെ ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും സമാന പ്രഖ്യാപനം നടത്തി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് CAA നടപ്പിലാക്കണം എന്നായിരുന്നു അമിത്ഷായുടെ അറിയിപ്പ്. CAAയുടെ പേരിൽ നമ്മുടെ മുസ്ലിം സഹോദരങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് പലരും. പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ് എന്നിവിടങ്ങളിൽ നിന്നും പീഡനത്തെ തുടർന്ന് ഇന്ത്യയിലെത്തിയവർക്ക് പൗരത്വം നൽകുവാൻ മാത്രമാണ് CAA ഉദ്ദേശിക്കുന്നത്. ഇതാരുടെയും ഇന്ത്യൻ പൗരത്വം തട്ടിയെടുക്കാനുള്ളതല്ല. രാജ്യത്തിന്റെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും മറ്റുള്ളവരും ഒപ്പിട്ട ഭരണഘടനാപരമായ കാര്യമാണിത്. എന്നാൽ പ്രാണീനം മൂലം കോൺഗ്രസ് അത് അവഗണിച്ചു. കേരളം, ബംഗാൾ ഉൾപ്പെടെയുള്ള സംസ്ഥാന സർക്കാരുകളുടെ എതിർപ്പുകൾ നിലനിൽക്കുകയാണ് CAA നടപ്പിലാക്കാനുള്ള കേന്ദ്ര തീരുമാനം. വ്യാപകമായ പ്രത്യാഘാതം ഉണ്ടാകുമെന്നും ബംഗാൾ മുഖ്യമന്ത്രിയും തൃണമൂൽ നേതാവുമായ മമതാ ബാനർജി പ്രതികരിച്ചു. കേന്ദ്ര സർക്കാർ നടപടി രാജ്യത്തെ അസ്വസ്ഥമാക്കാനുള്ളതാണെന്നും കേരളത്തിൽ നടപ്പാകില്ല എന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കി. പൗരത്വം നൽകുന്നതിൽ മതവിശ്വാസത്തിന്റെ പേരിൽ വിവേചനം ഉണ്ടാകുന്നത് ഭരണഘടനാ തത്വങ്ങൾക്ക് വിരുദ്ധമാണെന്നും ആം ആദ്മി പാർട്ടിയും പ്രതികരിച്ചു. ലോകത്തെ ഒരു ജനാധിപത്യ രാജ്യത്തിലും ഇത്തരത്തിൽ മതത്തിന്റെ പേരിൽ വിവേചനം നടത്തുന്ന നിയമങ്ങളില്ലെന്നും തിരഞ്ഞെടുപ്പ് ലക്ഷ്യമാക്കിയുള്ള അവസാനത്തെ അടവാണിതെന്നും ആം ആദ്മി പാർട്ടി ചൂണ്ടിക്കാട്ടി. നമ്മൾ ഒറ്റക്കെട്ടായി എതിർക്കുമെന്നും നേതാക്കൾ CAA എതിർക്കുന്നതിൽ കേരളത്തിലെ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒറ്റക്കെട്ടാണ്. തെരഞ്ഞെടുപ്പ് മുൻനിർത്തി പൗരത്വ ഭേദഗതി നിയമത്തിന് ചട്ടങ്ങൾ വിജ്ഞാപനം ചെയ്ത കേന്ദ്ര സർക്കാർ നടപടി രാജ്യത്തെ അസ്വസ്ഥമാക്കാനുള്ളതാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂട്ടിച്ചേർത്തു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് തൊട്ടു മുൻപാണ് ആഭ്യന്തര മന്ത്രാലയം വിജ്ഞാപനം പുറത്തിറക്കിയിട്ടുള്ളത്. ഇത് ജനങ്ങളെ വിഭജിക്കാനും വർഗീയ വികാരം കുത്തിയിളക്കാനും ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളിൽ കാറ്റിൽ പറത്താനുമുള്ളതാണ്. സംഘപരിവാറിന്റെ ഹിന്ദുത്വ വർഗീയ അജണ്ടയുടെ ഭാഗമായി മാത്രമേ ഇതിനെ കാണാൻ കഴിയൂ. ധ്രുവീകരണം ലക്ഷ്യമിട്ടാണ് കേന്ദ്ര സർക്കാർ CAA വിജ്ഞാപനം ഇറക്കിയതെന്നും കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് ആരോപിച്ചു. കേന്ദ്രത്തിൽ ഇന്ത്യ മുന്നണി വരുന്നതോടെ CAA നിയമം അറബിക്കടലിൽ എറിയുമെന്ന് KPCC അധ്യക്ഷൻ K സുധാകരൻ പറഞ്ഞു. പൗരത്വ നിയമ ഭേദഗതി നടപ്പിലാക്കാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനത്തിനെതിരെ ചൊവ്വാഴ്ച കേരളത്തിൽ UDF മണ്ഡലങ്ങളിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിക്കും. ഇനി ഇത്രയും പറഞ്ഞതല്ലേ, എന്താണ് പൗരത്വ ഭേദഗതി നിയമം എന്നുകൂടി അറിയണ്ടേ. 1955 പൗരത്വ നിയമത്തിൽ ഭേദഗതി വരുത്തിയതാണ് CAA എന്ന നിയമം. പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങളിൽ നിന്നും 2014 ഡിസംബർ 31 ഇന്ത്യയിലേക്ക് എത്തിയ ഹിന്ദു, സിഖ്, പാഴ്സി, ജൈന, ബുദ്ധ, ക്രൈസ്തവ മതവിഭാഗങ്ങളിൽപ്പെട്ടവർക്ക് പൗരത്വ അവകാശം നൽകുന്നതാണ് ഈ നിയമം. മുൻപ് കുറഞ്ഞത് 11 വർഷം രാജ്യത്ത് സ്ഥിരതാമസം ആയവർക്ക് മാത്രമാണ് പൗരത്വം നൽകിയിരുന്നത്. നിലവിലെ ഭേദഗതി പ്രകാരം ഇത് 6 വർഷമായി ചുരുക്കും. വിസ, പാസ്പോർട്ട് തുടങ്ങിയ രേഖകൾ ഇല്ലാതെ വിദേശ രാജ്യങ്ങളിൽ നിന്നും വന്ന് ഇന്ത്യയിൽ താമസിക്കുന്നവരെ നിലവിലെ നിയമം അനുസരിച്ച് അനധികൃത കുടിയേറ്റക്കാരാണെന്ന് പരിഗണിക്കും. 1946 വിദേശി നിയമം, 1920 പാസ്പോർട്ട് എൻട്രി നിയമം എന്നിവ അനുസരിച്ച് അനധികൃത കുടിയേറ്റം ശിക്ഷാർഹമാണ്. മേൽപ്പറഞ്ഞ ഗണത്തിൽപ്പെടുന്ന അനധികൃത കുടിയേറ്റക്കാരെ 2015-2016 വർഷങ്ങളിൽ കേന്ദ്ര സർക്കാർ പ്രത്യേക വിജ്ഞാപനങ്ങളിലൂടെ ശിക്ഷാ നടപടിയിൽ നിന്നും ഒഴിവാക്കി രാജ്യത്ത് തുടരാൻ അനുവദിച്ചു. അവർക്ക് പൗരത്വ അവകാശം നൽകാനുള്ളതാണ് പുതിയ പൗരത്വ നിയമ ഭേദഗതി നിയമം.